പോലീസിന്റെ പോലീസിന്റെ ഇപ്പോഴത്തെ നീക്കം എന്താണ് ബന്ധപ്പെട്ടത്? കാരണം ഈ കൊല നടത്തിയ ആൾ ജീവിച്ചിരിക്കുന്നില്ല. സ്വാഭാവികമായി ഇനി ബന്ധുക്കളിലേക്കും മറ്റു കാര്യങ്ങളിലേക്കുമായിരിക്കും അന്വേഷണം നടക്കേണ്ടത്. ഇതിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണമൊക്കെ നടക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ആ തരത്തിൽ ബന്ധുക്കളുടെ മൊഴിയെടുക്കുക തുടങ്ങിയ നീക്കങ്ങളിലേക്ക് പോകുന്നുണ്ടോ? ഒപ്പം തന്നെ നമുക്കും ഈ ബന്ധുക്കളെ കാണാൻ കഴിയുമോ? എന്താ അവിടുത്തെ സാഹചര്യം എന്താണ്? നിലവിൽ ഇവിടെ അങ്ങനെ ബന്ധുക്കൾ ആരുമില്ല, അയൽവാസികൾ മാത്രമാണുള്ളത്. അവർ ഇതിനോടകം നമുക്ക് പ്രതികരണങ്ങളൊക്കെ നൽകിയവർ തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു കേസുണ്ടായി, കൊലപ്പെടുത്തിയ ആളും ഈ ആത്മഹത്യ ചെയ്യുന്ന ജീവൻ ഒടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം ആ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ച കേസ് ക്ലോസ് ചെയ്യുന്ന ഒരു ഫോർമാലിറ്റിയാണ് പോലീസിന് നിയമപരമായി ഉള്ളത്. ഈ കേസിലും അത് അങ്ങനെ തന്നെയായിരിക്കും. പക്ഷേ എന്താണ് ഈ പ്രകോപനത്തിലേക്ക് നയിച്ചത് എന്നത് സംബന്ധിച്ച വിശദമായ അന്വേഷണത്തിന്റെ ഭാഗമായി തേജസ് രാജിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രകോപനം ഉണ്ടാകാനിടയായ സാഹചര്യം സംബന്ധിച്ച പോലീസിന് അന്വേഷണം നടത്തേണ്ടതുണ്ട്. ആ അന്വേഷണം സ്വാഭാവികമായി എത്തി നിൽക്കുക ഈ ജോർജ് ഗോമസിന്റെ അടക്കം വിശദമായ മൊഴിയെടുക്കുന്ന തരത്തിലേക്കായിരിക്കും. അത് വിശദമായി തന്നെ രേഖപ്പെടുത്തുന്ന ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അദ്ദേഹത്തിന്റെ ആരോഗ്യനില പൂർവ്വസ്ഥിതിയിൽ എത്തിയതിനു ശേഷമായിരിക്കും അങ്ങനെ ഒരു നീക്കം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടാകുക എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ സംസ്കരിച്ചതിന് ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് ഉദ്യോഗസ്ഥരും കടക്കുകയുള്ളൂ. ഇപ്പോൾ ഈ വീടിനുള്ളിൽ ആരുമില്ല, വീട് പൂട്ടിയിരിക്കുകയാണ്, പോലീസ് സീൽ ചെയ്തിരിക്കുകയാണ്. ഈ കോഴിക്കോട്ട് ജോലിയിലായിരുന്ന പെൺകുട്ടി അടക്കം നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. മറ്റ് വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. അവരുടെ സ്വകാര്യത നമ്മൾ മാനിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പങ്കുവെക്കുന്നതിന് നമുക്കും ചില പരിമിതികളുണ്ട്. എന്തായാലും പോലീസ് ഇപ്പോൾ ഉറപ്പിക്കുന്ന ഒരു കാര്യം, പ്രണയപ്പക തന്നെയാണ് തേജസ് രാജിനെ ഇങ്ങനൊരു ക്രൂരകൃത്യത്തിന് പ്രേരിപ്പിച്ച് സ്വയം ജീവൻ എടുക്കുന്നതിലേക്ക് വഴിവെച്ചതെന്ന് തന്നെയാണ്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ഡാനിലേക്ക് മടങ്ങി വരാം. കൊല്ലം മേയർ ഹണി ബെഞ്ചമിൻ ഇത് സംബന്ധിച്ച് ഈ കുടുംബവുമായി വളരെ അടുത്ത ബന്ധമുള്ളയാളാണ്. അവിടെ സാമ്പത്തിക പ്രശ്നങ്ങൾ അടക്കമുണ്ടായിരുന്നു. ഒപ്പം ഈ പെൺകുട്ടി ഈ ഫെബിന്റെ സഹോദരിയുടെ വരുമാനത്തിലായിരുന്നു പ്രധാനമായും ആ കുടുംബം കഴിഞ്ഞു പോയിരുന്നത് എന്ന കാര്യമൊക്കെ കൊല്ലം മേയർ ന്യൂസ് എയ്റ്റീനോട് വ്യക്തമാക്കി. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഭയങ്കര ഷോക്കായിരുന്നു. എനിക്ക് കേട്ടപ്പോ സഹിക്കാൻ കാര്യം 3 ദിവസം ഇവിടെ അച്ഛനമ്മ എടുത്ത് വന്ന് ഇവരുടെ കുറെ അധികം കാര്യങ്ങള് സംസാരിച്ചിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ഒക്കെ ഇങ്ങനെ സംസാരിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് കേട്ടപ്പോ ഭയങ്കര ഇങ്ങനൊരു സംഭവം നടക്കേണ്ട ഒരു വീടല്ല. അപ്പൊ അതിന്റേതായ ഷോക്ക് ഭയങ്കരമായിട്ടുണ്ടായി. പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായാലും ഇഷ്ടമൊക്കെ തോന്നുമല്ലോ. അതിന്റെ പേര് കൊലപാതകം അല്ലല്ലോ. അവസാനം നല്ലതെന്ന് തോന്നുമ്പോൾ തിരിച്ചറിയാൻ പറ്റുന്ന സമയത്ത് തിരിച്ചറിവില് ഒരു മാറ്റം സംഭവിക്കുന്നത് സ്വാഭാവികമല്ലേ. ഇങ്ങനൊരു ഇത്രയും കാരണമായ 21 വയസ്സുള്ള ആൺകുട്ടി എത്രയോ ആ കുടുംബത്തെ സംരക്ഷിക്കേണ്ട കുട്ടിയാണ്. ആ പിതാവിനാണ് ഹാർട്ടിന് പ്രശ്നം കഴിഞ്ഞിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഇനി തുടർന്ന് ജോലിക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടാകും. ഈ കുട്ടിയുടെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് കുട്ടിക്ക് ഒരു ജോലി ആകുന്നതുവരെ മകള് സംരക്ഷിക്കുമെന്നുള്ള ഉറപ്പ് അവർക്ക് ഉറപ്പായിട്ടുണ്ട്. ഈ പെൺകുട്ടി അവരെ സംരക്ഷിക്കുമെന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. അത്ര നല്ല പെൺകുട്ടി അച്ഛനും അമ്മയും സഹോദരനെ കരുതലോടെ നോക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയുള്ള പെൺകുട്ടി. അതുകൊണ്ട് പെൺകുട്ടി ഒരു നല്ല കുട്ടിയാണെന്ന് ഒരു അമ്മയെന്ന നിലയിൽ എനിക്ക് പറയാൻ. അതാണ് കൊല്ലം മേയറുടെ പ്രതികരണം. ഡാൻ, ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും ഓർത്തെടുക്കാനുള്ളതും അത് തന്നെയാണ് അല്ലേ? ഒരു സാധാരണ ഫാമിലിയാണ്. ഒപ്പം ഇരു ഫാമിലികളും തമ്മിലും ബന്ധമുണ്ടായിരുന്നു എന്ന കാര്യം കുടുംബം തന്നെ നേരത്തെ സ്ഥിരീകരിച്ചല്ലോ. കാരണം വിവാഹ അഭ്യർത്ഥന നടക്കുന്നു, അത് സംബന്ധിച്ച് ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു, ഒടുവിൽ അത് അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇതിനിടയിലാണ് ഈ പെൺകുട്ടിയുടെ പിന്മാറ്റം, പിന്നീട് അത് പ്രണയപ്പകയായി മാറുന്നു എന്ന സാഹചര്യം. അപ്പോൾ പ്രണയപ്പക എന്നതിലേക്ക് തന്നെ അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി പോലീസ് അങ്ങ് ഉറക്കുകയാണ് അല്ലേ? അതായത് ഇതൊരു ഇടത്തരം വീടാണ് എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ജോലി എന്ന് പറയുന്നത് ഒരു വിവാഹ ജീവിതത്തിലേക്ക് പോകുമ്പോൾ ഉറപ്പായും അത് അനിവാര്യമായ ഒരു കാര്യമാണ്.